ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് കെച്ചപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ തക്കാളിയാണ്. പിന്നെ വിനീഗർ എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, കുറച്ച് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, 1 ഗ്ലാസ് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തക്കാളിയൊക്കെ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പാർട്ട് കളയാണ്, നടുക്കത്തെ ഈ ഒരു പാർട്ട് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കാരണം നമ്മളിത് പ്രഷർ കുക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ മുഴുവനും മുറിച്ച് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക, ചെറിയ 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു, ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇനി ഇതൊരു 4 വിസിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി 4 വിസിലിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ 4 വിസിൽ വന്ന് പ്രഷറൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ 2 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം നമുക്കിനി ഇത് മിക്സിൻ്റെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പട്ടയും ഗ്രാമ്പും ഇട്ട് ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് ഇടാത്തത്. അത് നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ തക്കാളി ഇട്ട് അടിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ഞാനിതിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ജ്യൂസ് അരിക്കുന്ന അരിപ്പ് എടുത്തിട്ട് അതിനകത്തൂടെ അരിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു വലിയ പാത്രത്തിലേക്കാണ് ഇനി അരിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു തക്കാളീൻ്റെ ജ്യൂസ് നമ്മൾ അരിച്ച് ഒഴിക്കാം. അങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ പഞ്ചസാരേൻ്റെ അളവും നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇനിയൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്, വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് വിനീഗറാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളീൻ്റെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. തക്കാളീൻ്റെ പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ വിനീഗറാണ്, വൈറ്റ് വിനീഗറാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ഈ ഒരു കെച്ചപ്പിന് വേണ്ടിയിട്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ അതുപോലെ പഞ്ചസാരേൻ്റെ അളവും അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യണം. പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ നോർമൽ മുളക് പൊടി ഇടണം. അപ്പം ഞാൻ പക്ഷേ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ.
ഇപ്പോൾ നോക്കൂ, എൻ്റെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മളിത് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഒരു 10-15 മിനിറ്റ്സ്, 15 to 20 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഇളക്കി എന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കിനി ഒന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ചതിന് ശേഷം, തണുത്തതിന് ശേഷമാണ് നമ്മളിനി ഇത് കുപ്പിയിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ്, ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you. Thanks for watching. Bye bye.